ഹലോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേപ്പാൾ ബോർഡറിലേക്ക് എത്തുകയാണ്. ഏകദേശം ഒരു 9:30 സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ സൊണോലിയിലെത്തി. ബസ്സിനാണ് വന്നത്. അവിടുന്ന് ബസ് ഇറങ്ങി ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. അവിടുന്ന് കണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ബോർഡർ. അവിടുന്ന് നമ്മൾ കയറി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം നമ്മളെ അകത്തോട്ട് കയറ്റി വിടും. കുറേ പട്ടാളക്കാരിങ്ങനെ നിൽപ്പുണ്ട്. അകത്തോട്ട് കയറ്റി നോർമലി വിടും. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു മിഷനിലൂടെ കയറ്റി വിടുന്നത്. അതിനുശേഷം നമ്മുടെ ലഗേജുകളെല്ലാം കൂടി വേറൊരു മിഷനിലൂടെ കടത്തി വിടണം. അവർ അത് നല്ല രീതിയിൽ പരിശോധിക്കുന്നുണ്ട്. നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇന്ത്യയിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ചേച്ചി അമ്മയൊക്കെ ലഗേജ് ചെക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ദാണ്ടേ നേപ്പാൾ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നേപ്പാൾ ബോർഡർ, നേപ്പാളിൻ്റെ ഫ്ലാഗ് കാണുന്നില്ലേ? അങ്ങനെ ഞങ്ങൾ നേപ്പാളിലേക്ക് കയറുകയും ഞങ്ങളുടെ സിം എല്ലാം കട്ടാകുകയും കോളൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. കൂടുതലും ഇവിടെ ഒരുപാട് ട്രക്കുകൾ ഇങ്ങനെ നിരത്തിയിട്ടേക്ക്. അത് ഭയങ്കര ചെക്കിംഗ് ആയിരിക്കും. ചെക്കിങ് ഒക്കെ നല്ല സ്ട്രിക്റ്റ്ലി ഉണ്ട്. ഒരുപാട് പേര് എന്നോട് നേപ്പാൾ പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം പറയാൻ ശ്രമിക്കാം. ആദ്യം തന്നെ കായംകുളത്തു നിന്നാണ് ഞങ്ങൾ കേരളത്തിൽ കായംകുളത്തു നിന്നാണ് ട്രെയിൻ കയറിയത്. അവിടെ റപ്തിസാഗർ എക്സ്പ്രസ് 13-ാം തീയതി കയറി 15-ാം തീയതി ഞങ്ങൾ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെത്തി. അവിടുന്ന് ഞങ്ങൾ ബസ് എടുത്തിട്ട് ഏകദേശം 3.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. അങ്ങനെ ഞങ്ങൾ സൊണോലി വന്നിറങ്ങി. അവിടുന്ന് നമ്മുടെ നേപ്പാൾ ബോർഡറിലേക്ക് കയറി. നേപ്പാൾ ബോർഡറിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ സിം കട്ടാവും. ആദ്യം തന്നെ നമ്മൾ വന്നിട്ടൊരു സിം എടുക്കുകയാണ് ചെയ്യേണ്ടത്. നാട്ടിലോട്ടൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ സിം അത്യാവശ്യമാണ്. പിന്നെ ഞങ്ങൾ ഈ സൊണോലി, അതായത് നേപ്പാൾ ബോർഡറിൽ തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, റൂമൊക്കെ എടുത്തത്. അവിടെ റൂം എടുത്തൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ അങ്ങ് കാഠ്മണ്ഡൂരിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഡേയിലെ ട്രിപ്പ് കാഠ്മണ്ഡൂരാണ്. റൂമിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. അതായത് ഞങ്ങൾ 5 പേര് താമസിച്ചപ്പോഴത്തേക്കും ഏകദേശം റൂമിന് 600 രൂപ റൂമിനാവുന്നുള്ളൂ. അത് നേപ്പാൾ മണി 600 രൂപയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നേപ്പാൾ മണി 600 ആണെങ്കിൽ ഇന്ത്യൻ മണി 1.6 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. നേപ്പാളിൽ എന്തായാലും ഓറഞ്ച് ഇല്ലാത്ത കാണുമായിരിക്കും. നമുക്ക് എന്തായാലും ഇന്ത്യയിൽ പോയി ജസ്റ്റ് മേടിക്കാം. ഞങ്ങൾ പിറ്റേന്ന് കുളിച്ചൊക്കെ റെഡിയായി. അപ്പോൾ ഈ ചേച്ചിക്ക് ഷർദിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇയാൾക്ക് ഓറഞ്ച് വേണം. നേപ്പാൾ നോക്കിയിട്ടൊന്നും ഓറഞ്ച് ഇല്ല. ഇന്ത്യയുടെ ബോർഡറും നേപ്പാളിൻ്റെ ബോർഡറിൻ്റെ അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് ചായ കൊണ്ടുവന്ന് ചായ ഗ്ലാസ് തിരിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചേച്ചിക്ക് ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ പോയിട്ട് ഓറഞ്ച് വാങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിലേക്ക് ഓറഞ്ച് വാങ്ങാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ അപ്പുറത്തോട്ട് കടത്തി വിടുമല്ലോ എന്നൊന്നും അറിയത്തില്ല. ആകെ ഒരു ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ലാംഗ്വേജ് അറിയത്തില്ല. ആകെപ്പാടെ ഹിന്ദി അറിയാവുന്ന അച്ഛന് മാത്രമേ ഉള്ളൂ. രണ്ടായാലും പോയി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടി ഓറഞ്ച് വാങ്ങാനായിട്ട് ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോയി. നോക്കിയാൽ നേപ്പാൾ ബോർഡർ, ഇന്ത്യൻ ബോർഡർ നല്ല രസമുണ്ട്. ഇതൊരു കോമഡി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ചേച്ചി എന്തായാലും വിളിച്ചുകൊണ്ട് പാടി നമുക്ക് എന്തായാലും അച്ഛൻ അറിയാതെ പോയിട്ട് എന്തായാലും ഓറഞ്ച് വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ്റെ മുന്നിൽ കൊണ്ട് കാണിക്കണം. അച്ഛന് ഞങ്ങൾ ചെറിയൊരു പുച്ഛമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ലാംഗ്വേജ് അറിയാത്ത കാര്യത്തിൽ. ശരിക്കും എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് ഹിന്ദി അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയുന്നത്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ലാംഗ്വേജ് കാരണം. പിന്നെ ആകെപ്പാടെ അറിയാവുന്ന കുറച്ച് ഇംഗ്ലീഷ് വെച്ചിട്ട് തട്ടി അങ്ങ് മുന്നോട്ട് പോവുക. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ഇംഗ്ലീഷും അധികം അറിയത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇത് ഇന്ത്യ ബോർഡറും നമുക്ക് നേപ്പാൾ ബോർഡറും ഒരുമിച്ച് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? നോക്കി ആ ഫ്ലാഗ്, രണ്ടിടത്തെ ഫ്ലാഗ്. ഓക്കെ, സൂര്യൻ്റെ ഒന്ന് കാണിച്ചു കൊടുത്തേ. അങ്ങനെ ചേച്ചി ഓറഞ്ച് വാങ്ങാനായിട്ട് ഇന്ത്യൻ ബോർഡറിലോട്ട് പോവാണ്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ്, ആധാറും കാര്യങ്ങളൊക്കെ കാണിക്കണം. ഞങ്ങൾ ആധാർ ഒന്നും എടുക്കാതാണ് ഇറങ്ങിയത്. എന്തൊക്കെ വന്നാലും നേപ്പാളിലോട്ട് വരണമെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ആധാർ വേണം. അത് എല്ലാവരും എടുത്തിരിക്കണം. കാരണം നേപ്പാളിലോട്ട് കയറുമ്പോൾ വിഷയമില്ല, തിരിച്ച് നമ്മൾ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഇറങ്ങുമ്പം അവർ ഉറപ്പായിട്ടും നമ്മുടെ ആധാർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലാണ് നല്ല രീതിയിൽ ചെക്കിങ് നടക്കുന്നത്. അതുകൊണ്ട് ചേച്ചിക്ക് പോകാൻ പറ്റിയില്ല. ആധാർ എടുക്കേണ്ടതുകൊണ്ട് പുള്ളിക്കാരി ബാഗ് റൂമിൽ വെച്ചിട്ടാണ് ഇറങ്ങിയത്. ഇനി തിരിച്ചു പോയി എടുത്തുകൊണ്ട് വന്ന് വാങ്ങാൻ ഭയങ്കര മടി കാരണം ഞങ്ങൾ തിരിച്ചിങ്ങി പോന്നു. ഞങ്ങൾ പിന്നെ അവിടെ എന്നിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് റൂമിൽ വന്നിട്ട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അപ്പച്ചി പറയാം, നിങ്ങളാൾ കൊള്ളാമല്ലോ, ഞങ്ങളെ കൂട്ടാതെ പോയി ഫോട്ടോ എടുത്തേക്കുന്നത്, ഞങ്ങളും വരുന്നുണ്ട്, ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ആ പോകുന്ന പോക്കാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി 3 എണ്ണം കൂടി പോവുകയാണ്. ഞാനാണ് ഫോട്ടോഗ്രാഫർ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ വന്ന് ഞങ്ങൾക്ക് ഇന്ത്യൻ മണി മാറണമായിരുന്നു, നേപ്പാൾ മണി ആക്കണം. ഞങ്ങളെടുത്ത അതേ ഹോട്ടലിൽ തന്നെ ഞങ്ങൾക്ക് സിമ്മും കിട്ടി. അതുപോലെ തന്നെ പൈസ ചേഞ്ച് ചെയ്ത് തരികയും ചെയ്തു. ഏകദേശം ഒരു 20,000 രൂപയോളം ഞങ്ങൾ തൽക്കാലത്തേക്ക് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രി വന്നിട്ട് പിറ്റേന്നൊരു രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കാഠ്മണ്ഡൂരിലേക്കുള്ള ബസ് അതും ആ ഹോട്ടലുകാരൻ തന്നെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നു. നല്ല ഹോട്ടലായിരുന്നു. ചെറിയ ഹോട്ടലാണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരികയും ചെയ്തു തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പൈസയും സിമ്മും
ബസ്സും എല്ലാം ചേഞ്ച് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ 7-7:30 ആയപ്പോഴത്തേക്കും ഇവിടുന്ന് നമുക്ക് കൂടുതലും AC ബസ്സേ ഉള്ളൂ. കാരണം അങ്ങോട്ട് പോകുന്ന വഴികൾ അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സാഹസികം തന്നെയാണ്. പൊടിയും എല്ലാം ഉണ്ട്. നമ്മൾ ഈ ഒരു റോഡിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിരുന്നു. നേപ്പാൾ ബോർഡറിൽ നിന്ന് കാഠ്മണ്ഡൂരിലേക്ക് അതികഠിനമായിട്ടുള്ള യാത്ര തന്നെയാണ്. അത് തന്നെ ബസ്സിൽ കയറിയിരുന്ന് ആദ്യം കാണുന്നൊരു ബുദ്ധൻ്റെ ഒരു രൂപം പോലെ 2 കണ്ണ് വെച്ചിട്ടുള്ള എന്തോ ഒരു ആർച്ചാണ് കാണുന്നത്. ഇവിടുന്ന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. പക്ഷേ ഈ യാത്രയെന്ന് പറയുന്നത് ഏകദേശം 8 മണിക്കൂർ ടു 10 മണിക്കൂറത്തെ യാത്രയാണ്. നമ്മൾ ഇരുന്നിരുന്ന് മുഷിയും. ബസ്സല്ലാതെ നമുക്ക് പറ്റുന്നത് ബസ് തന്നെയാണ്, അല്ലാതെ കാറൊക്കെ എടുത്ത് പോകാം. പക്ഷേ ബസ്സാണ് പിന്നെയും കംഫർട്ട്. അവർ കറക്റ്റ് ടൈമിങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി ഫുഡൊക്കെ കഴിക്കാനുള്ള സമയവും അവസരവും എല്ലാം അവർ തരുന്നുണ്ട്. പോകുന്ന വഴിയിൽ ആദ്യം നേപ്പാളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നിങ്ങൾ കാണണം. നോക്കി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നേപ്പാളാണോ കേരളമാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ സാധാരണ കേരളം പോലെ തന്നെ പച്ചപ്പും ഹരിതാപവും എല്ലാം നിറഞ്ഞത് തന്നെയാണ് നമ്മുടെ നേപ്പാൾ. നമ്മുടെ നാട്ടിലുള്ള മരങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നേപ്പാളിൽ വന്നതായിട്ടൊന്നും തോന്നത്തില്ല. കുറേ പോയി കഴിയുമ്പോഴാണ് നമ്മൾ നേപ്പാളിൻ്റെ ആ മനോഹാരിതയിലേക്ക് എത്തുന്നത്. നേപ്പാളിൽ വന്നാൽ ആദ്യം എല്ലാവരും പോകുന്നത് കാഠ്മണ്ഡൂരിലേക്കാണ്. കാരണം നേപ്പാളിൻ്റെ തലസ്ഥാനവും അതുപോലെ തന്നെ വലിയ നഗരവും കൂടിയാണ്. ഹിമാലയ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഈ നഗര സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ആത്മീയതയുടെയും കേന്ദ്രമായിട്ട് ഇത് അറിയപ്പെടുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ട് സഞ്ചാരികൾ ഈ കാഠ്മണ്ഡൂർ സന്ദർശിക്കുന്നുണ്ട്. കാഠ്മണ്ഡൂരിലേക്ക് പോകുമ്പോൾ ആ വഴികളൊക്കെ എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചതാണ്. വളവുകൾ നിറഞ്ഞതും മലമ്പാതകളും തണുത്ത കാലാവസ്ഥയൊക്കെയാണ്. വഴിയോരങ്ങളിൽ ചായക്കടകളും ഒക്കെ ഉണ്ട്. നേപ്പാളി ഭക്ഷണങ്ങളൊക്കെ ധാരാളം ഈ വഴിയരിവുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ദുർഘടമായിട്ടുള്ള സ്ഥലങ്ങളും വഴികളും ഒക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ഉള്ളിലോട്ട് എത്തുന്തോറും നല്ല പച്ചപ്പുള്ള ഏരിയാസും കൃഷിഭൂമികളും പിന്നെ കുറേ വീടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ വീടുകളും എല്ലാം നമ്മുടെ കേരളത്തിലെ വീട് പോലെ അങ്ങ് വലിയ ആഡംബരം നിറഞ്ഞൊന്നുമല്ല, കൊച്ചു വീടൊക്കെ തന്നെയാണ്. പക്ഷേ 2, 3, 4 നിലകളാണ് ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നത്. അത് മറ്റുള്ള തീപ്പെട്ടിക്കൂടില്ലേ, അതുപോലാണ് വീടുകളിരിക്കുന്നത്. പിന്നെ റോഡൊക്കെ എന്ന് പറയുന്നത് ചില ഏരിയാസിലെന്ന് പറഞ്ഞാൽ നല്ല ഹൈടെക് റോഡുകളാണ്. പക്ഷേ കുറച്ച് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് റോഡ് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം തോന്നുന്ന തരത്തിലുള്ള റോഡാണ്. ഞങ്ങൾ സിറ്റി ഏരിയസിലോട്ടൊക്കെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഹോട്ടലിൽ ഇറങ്ങി. അവിടെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊഫേ പോലാണ്. എന്താണ് ഥാലിയാണ്, അതായത് ചോറ്, അവിടുത്തെ ഏതോ പച്ചക്കറി പച്ചല പോലെ. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ആകെ എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പയറുകറി, അത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ചോറെന്ന് പറയുന്നത് തന്നെ മറ്റേ എന്താ റേഷനരി പോലെ മറ്റേ നീണ്ടിരിക്കുന്ന വെള്ളയരിയില്ലേ, ആ ടൈപ്പ്. പിന്നെ അവിടെ എന്താണ് സബ്ജി എന്ന് പറയുന്ന കിഴങ്ങിൻ്റെ എന്തോ ഒരു കറിയുണ്ട്. വലിയകാലത്തെ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുന്നത് തന്നെ. വലിയകാലത്തെ വാരി എടുക്കുവാണ് സബ്ജിയൊക്കെ. പിന്നെ ഒരു പച്ചല വെച്ചിട്ടുള്ള തോരനുണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയകാലത്തെ ടേസ്റ്റാണെന്ന് പറഞ്ഞൊക്കെ കോരിയൊക്കെ ഒഴിച്ചു. കഴിച്ചപ്പോഴല്ലയോ ഇതിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. എന്തായാലും ആ പയറുകറി ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം അതും കൂട്ടി, അതും പപ്പടവും അച്ചാറും അത്രയും കൂട്ടിയാണ് കഴിച്ചത്. പക്ഷെ ഞങ്ങളുടെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ്. അതുപോലെ തന്നെ ഇവരുടെ ഫുഡിനകത്ത് മെയിനായിട്ട് സാലഡ് കാണും. ഒരു ക്യാരറ്റ്, കുക്കുംബർ അങ്ങനെ മസ്റ്റായിട്ടും കാണും. പിന്നെ ഹെൽത്തിയാണ് ഇവിടുത്തെ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കാഠ്മണ്ഡൂരിലെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും. അതിനെയൊക്കെ കാണുമ്പോൾ നമ്മളെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്ന രീതിയിലാണ്. നല്ല വെളുവളാന്ന് വെളുത്ത് സ്കിന്നൊക്കെ ഒന്ന് കാണും. ഇവിടുത്തെ പെൺപിള്ളേർ മാത്രമല്ല ആൺപിള്ളേരെ തന്നെ കാണണം. നല്ല നല്ല ഭംഗി എല്ലാവരുടെയും കാണാൻ. പക്ഷേ ഇവരുടെ ഫേസ് കട്ടെല്ലാം ഏകദേശം ഒരേപോലാണ്. എന്നാൽ തന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ, അതായത് സൗന്ദര്യം മീൻസ് കളറിൻ്റെ കാര്യത്തിൽ, സ്കിന്നിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. നല്ല ആപ്പിൾ പോലെ ഇരിക്കുന്ന സ്കിന്നാണ് ഇവർക്കുള്ളത്. അതൊക്കെ കണ്ടപ്പം ഉള്ളിലൊരു വിഷമമുണ്ട്. വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങി. അവിടെ ആണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ട് അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം എരിയും മധുരവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാൻ എനിക്ക് വിട്ടുപോയി. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറി ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു. കാഠ്മണ്ഡൂരിലേക്ക് പോകുന്നതാണ്ട് വഴികൾ നിങ്ങൾക്ക് കാണുന്നില്ല. ആ മനോഹാരിത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്ര അത് അനുഭവിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മളത് നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുകയാണെങ്കിൽ അത് അത്രയ്ക്കും, കാരണം നമുക്ക് വീഡിയോയിൽ അത്രയൊന്നും ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തന്നെയാണ്. നേപ്പാൾ ഒരു വലിയ അത്ഭുതമാണ്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും പോയി കാണേണ്ട ഒരു പ്ലേസ് കൂടിയാണ് നേപ്പാൾ. ഒരിക്കൽ നേപ്പാളിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്താൽ ആ അനുഭവം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്കും സൂപ്പറാണ്.
ഞങ്ങളങ്ങനെ കാഠ്മണ്ഡൂരിലേക്ക് എത്തി. കാഠ്മണ്ഡൂരിലെ കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. നല്ല വലിയ സിറ്റി തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഞെട്ടൽ തന്നെയാണ് കാഠ്മണ്ഡൂർ കണ്ടപ്പോൾ. കാരണം നേപ്പാൾ ബോർഡറിൽ നിന്ന് ഞങ്ങൾ അകത്തോട്ട് കയറി വരുന്തോറും കണ്ടിരുന്നത് കുറച്ച് മലകൾ, കൊക്ക, അങ്ങനത്തെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷേ കാഠ്മണ്ഡൂരിലോട്ട് എത്തിയപ്പോൾ അതൊരു ഭയങ്കര മിറാക്കിളായിട്ട് എനിക്ക് തോന്നി. കാരണം എന്തൊരു വലിയ സിറ്റി, വീടുകളും കോംപ്ലക്സുകളും കടകളും അങ്ങ് ഞൊരാന്നും പറഞ്ഞ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അമ്പലങ്ങളാണെങ്കിലോ ഇഷ്ടം പോലെ ബുദ്ധൻ്റെയും അങ്ങനെ പല ആത്മീയമായിട്ടുള്ള അമ്പലങ്ങളൊക്കെ ഇരിക്കുന്നു അവിടെ. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ കാഠ്മണ്ഡൂർ കാലുകുത്തി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ റൂം എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റൂം അന്വേഷിച്ചിട്ട് നടന്നു. കുറച്ച് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കും, ഒരു 10 മിനിറ്റ് പോലും വേണ്ട. നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹോട്ടൽ കണ്ടു. അവിടെ ഞങ്ങൾ ആദ്യം ഒരു ഹോട്ടലിൽ കയറി റൂം നോക്കിയപ്പം വലിയ സൗകര്യമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ വിളിച്ചുകൊണ്ട് പോകാൻ. ഇപ്പം ഈ ബാഗും ചുമന്ന് പോകുന്ന ആൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ്. അയാൾ ഞങ്ങൾക്ക് ഹോട്ടൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ടൊന്നും അന്വേഷിച്ചിറങ്ങേണ്ട, ആൾക്കാർ വന്ന് നമ്മളെ തട്ടിക്കൊണ്ട് പോകുന്ന പോലാണ് അവരുടെ റൂമുകളൊക്കെ, നമുക്ക് റൂമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി തരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കാഠ്മണ്ഡൂരിൽ റൂം കിട്ടി. ഞങ്ങൾ 5 പേര് താമസിക്കുന്നുണ്ട് ഇവിടെ. കാഠ്മണ്ഡൂരിൽ നേപ്പാളി മണി 2000 രൂപയാണ് റൂം റെൻ്റ്. എങ്കിലും 1500 രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടി. അച്ഛനത് ബാർഗെയിൻ ചെയ്ത് 1500 രൂപയ്ക്ക് റൂം കിട്ടി. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഫ്രഷായി ഞങ്ങൾ ആദ്യം തന്നെ പശുപതിനാഥ് ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ നേപ്പാൾ ബോർഡറിൽ നിന്ന് രാവിലെ 7:30 ബസ്സിൽ കയറി ഞങ്ങൾ ഏകദേശം കാഠ്മണ്ഡൂരിൽ എത്തിയപ്പോഴേക്കും വൈകുന്നേരം 6 മണിയൊക്കെ ആയി. അവിടുന്ന് റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പശുപതിനാഥ് ടെമ്പിളിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. കാരണം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷോർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. മസ്റ്റായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്താൽ പോരാ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവയിലൂടെ ആയിരിക്കും എൻ്റെ അടുത്ത വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഉത്സാഹവും കൂടുന്നത്.